അമ്മേ ആ അന്നത് നേരത്തെ വന്നോ നീയോ? ഞാൻ ഏട്ടൊന്നുമേ കോളേജിൽ എന്റെ സമരമൊക്കെയാണ്. അതുകൊണ്ട് 12 മണിക്കുള്ളിൽ ക്ലാസ് ഇട്ട് വെറുതെ പോയിന്നേ. അത് രാവിലെ ആണെങ്കിൽ ബസ് കിട്ടുമോ? ബസ് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ജിത്തു ചേട്ടനല്ലേ ശശിന്റെ മോൻ ജിത്തു ചേട്ടന്റെ ബൈക്കിന് കയറിയാണ് പോയ കോളേജ്. നമ്മുടെ സുമതി ചേച്ചി അത് കണ്ടായിരുന്നു. അമ്മയൊക്കെ പറഞ്ഞില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞു. അവരിവിടെ വരാറൊന്നുമില്ല. ഞാൻ അവരോട് ഉണ്ടാവില്ല. റോട്ടിൽ കൂടെ ഒക്കെ പോകണതാണ്. നമ്മള് വലിയ മൈൻഡ് ചെയ്യാറില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടിലെ കാര്യം നോക്കി വീട്ടിലിരിക്കാതുള്ളൂ. അച്ഛനും ഇഷ്ടമല്ല ഒന്നും. അത് നല്ല കാര്യമാണ്. ഞാൻ മിണ്ടാറില്ല. അപ്പൊ ഇടയ്ക്ക് ഇതിൽ പോകുമ്പോ മക്കൾ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. അല്ലാണ്ട് ഇവിടെ വരാറില്ല. ആ ചേച്ചി ലോകത്തുള്ള എല്ലാ വീടുകളും പരിദോഷം പറയണം. അമ്മയോട് മാത്രം വരില്ലേ? ഇല്ല, അപ്പൊ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അമ്മ മേടിക്കാനുള്ള എന്തായാലും അവരെ വീട്ടിൽ കേട്ടാൽ അമ്മയ്ക്ക് എന്നല്ല ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അതെനിക്കറിയാം. കഴിഞ്ഞ 2 ദിവസം മുന്നേ വരുന്നത് എന്റെ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ വിളിക്കാൻ ചേച്ചിയെ കറിയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കാണും ചെയ്തേ. ഞാൻ വിചാരിച്ചു ഇനി അതൊക്കെ അമ്മട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. എന്നോടൊന്നും പറഞ്ഞില്ല. കണ്ട് അതിനിപ്പോ എന്നാ മോനെ ഒരു ബൈക്കിൽ കയറും വിചാരിച്ചതിന് കുഴപ്പമുണ്ടോ? ഇപ്പത്തെ കാലത്ത് ആമ്പിളരും പെമ്പിളരും ബൈക്കിലൊക്കെ കയറും. പിന്നെ ഒരു ചെറുപ്പം കുഞ്ഞിന്റെ ബൈക്കിൽ കയറുന്നു പറഞ്ഞു ഞാൻ അമ്മയും അച്ഛനും മോളെ സംശയിക്കോ? ഇല്ല. എനിക്ക് മോനെ ഇരിക്കാൻ വെള്ളം എടുക്കില്ല. അമ്മേ മധുരം കൂട്ടിയെടുത്തോട്ടാ. അത് ആരും ബെല്ലടിക്കുന്നില്ല. അമ്മ പോയി തുറക്കാമോ? തുറക്ക്. ഇതിപ്പോ ആരാണോ ഈ സമയത്ത്? ചേച്ചി ഈ തൊള്ളയോ? ഒരു കാര്യം പറയാൻ വന്നാ നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ? നിന്റെ മോള് ആ ശശിയുടെ ജിത്തു എന്ന് പറഞ്ഞ ചെറുക്കൻ്റെ ബൈക്കിൽ കയറി പോകാനുണ്ട്. നീ അവളോട് ചോദിച്ചാ എന്നെ കേക്ക് ഇന്ന് അവള് ആ ചെറുക്കൻ്റെ ബൈക്കിൽ കയറി പോകാനുണ്ട്. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞിട്ടാ ഞാൻ നിന്നോട് പറഞ്ഞു. അവിടെ അത്ര ആത്മബന്ധം എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ നിന്റെ മോളെ നോക്ക്. ആ ചെറുക്കൻ തല തെറിച്ച് പിഴച്ച ചെറുക്കനാണ്. ആ ചെറുക്കൻ്റെ കൂട്ടും കൂടി ബൈക്കിൽ കയറി പോകുന്ന നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞിട്ടാ. നിന്റെ മോളാണെങ്കിൽ സ്വന്തം ഒരു പൊന്നു മോള്. അവളും ഇപ്പൊ എനിക്ക് സ്വഭാവമൊക്കെ മാറി തുടങ്ങി. നീ ഉപദേശിക്കണേ, നീയാണ് ഉപദേശിക്കുന്നത്. നീ എന്നെ വീട്ടിലിരിക്കണേ. ആ ചെറുക്കൻ രാവിലെ പഠിക്കണേ. അപ്പൊ നീ നോക്കി വളർത്തണം നിന്റെ മോളെ. ഞാൻ എത്ര പ്രാവശ്യം നോക്കുന്നു പറഞ്ഞു. എന്നാ ചെറുക്കൻ ബൈക്കിൽ കയറി പോയപ്പോ നിന്റെ മോളോട് ചോദിക്കാൻ പറഞ്ഞു ആരാണ് നിന്റെ ബൈക്കിൽ കയറി പോയ ചെറുക്കൻ ബൈക്കിലും കയറുന്നത്? പറഞ്ഞില്ല ചെറുക്കൻ പഴച്ച ചെറുക്കൻ ചെറുക്കൻ്റെ ബൈക്കിൽ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ ഇനി എങ്കിലും മോളെ മര്യാദ ഞാൻ കുറേയോട് കുറെ അവനെ ആഫ്രിക്കൻ പട്ടിയാണോ അല്ലാണ്ട് പട്ടിയാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം കൂടി. ചത്തു പോയി പൊടിന്ന് മോങ്ങുണ്ട്. അത് കണ്ട് കുറച്ച് സങ്കടത്തിലൊക്കെ പങ്കു ചേർന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിന്നോട് പറയാതെ പോയി. പിന്നെ നമ്മുടെ കുൽസുടെ മോക്ക് പിന്നെ ആണാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? പെണ്ണായി എന്നെ കുഴപ്പം. പെണ്ണുങ്ങൾ വീടിന് ഐശ്വര്യം. പക്ഷെ അവർക്ക് അറിയില്ല. കുൽസുടെ 100 പ്രാവശ്യം പറഞ്ഞു പെണ്ണാട്ടൊരു പെൺപിള്ളേരാണ്. നമ്മൾ ചാവ നേരത്ത് നല്ല ചോട്ടിലിരുന്ന് കരയുമ്പോൾ ആമ്പിള്ളേർ അറിയില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? എന്താണ് നിന്റെ മോള് പറഞ്ഞു കേട്ടോ. ആ ചെറുക്കൻ്റെ ബൈക്കിൽ അങ്ങോട്ട് പെണ്ണ് കോളേജിൽ പോകുമ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എന്തോ ആൾക്കാരോട് പിന്നെ ഇങ്ങോട്ട് ഈ ടൗണിൽ ആൾക്കാർ മൊത്തം ആ ചെറുക്കൻ ബൈക്കിൽ പെട്ടിക്കാത്ത പെണ്ണല്ലേ അത്? ഞാൻ പറഞ്ഞോളാം. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ അത് തന്നെയല്ല നമ്മുടെ അപ്പുറ വീട്ടിലെ ചേട്ടന്റെ പ്ലാവ് പറഞ്ഞു. പ്ലാവ് പറഞ്ഞിട്ട് കോളേജിൽ പോയില്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ടില്ലേ ഞാൻ ഒരു ചക്ക കഴിഞ്ഞ വർഷം തന്നില്ല. എന്റെ മക്കൾക്ക് ഗൾഫിലോട്ട് അയച്ചു വാങ്ങിയില്ല. ഒന്നുമില്ലാത്തൊരവസ്ഥയില്ല. അങ്ങനെ തന്നെ വേണം ലേഡി നോക്കാം. വീട്ടിൽ കൂടെ ചക്ക കഴിച്ചോണ്ട് വരില്ല, കൊടുക്കണ്ടേ? എന്തായാലും നിന്റെ മോള് ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. ഈ എന്നാ ചേച്ചി നിങ്ങളോട് വീട്ടിൽ വരട്ടാ. ഇപ്പൊ ശശിന്റെ മറ്റേ ശശിന്റെ ലേഡി എത്ര മണിക്കാണ് ആ ശശിന്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞത്. ആ ചേച്ചിക്ക് എന്നാണ്ട് ഗൾഫിലോട്ട് പോകാനുള്ള കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാൻ വേണ്ടി എന്നോട് ചെല്ലാൻ പറഞ്ഞേക്കണം. എടുത്തിട്ടായിരിക്കും ഗൾഫിലാണല്ല വല്ല സോപ്പോ ചീപ്പോ എന്തെങ്കിലും കിട്ടിയാൽ പോയിട്ടല്ലേ. സുബ ചേച്ചി ആരാ മോളെ നോക്കിയേ കഷ്ടം